നമുക്കൊരു കാര്യം ചെയ്യാം. ഈ ഇരിക്കുന്ന ഇവിടെ നമുക്ക് എത്ര കപ്പുണ്ട് ടേബിളിൽ? 7. ഗുഡ്. ആക്ച്വലി കൺഗ്രാറ്റ്സ് കേട്ടോ. തെറ്റാണ്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇവിടെ ആകെ 3 കപ്പുകൾ. വി ഹാവ് 1 there, we have 2 there and we have 3 there. എങ്ങനെ ചെയ്യുന്നതാണോ? ദേഷ്യം വരുന്നുണ്ടല്ലേ? ശരിക്കും ആക്ച്വലി ഒറ്റ പീസ് കപ്പാണ്. ഈ കപ്പിൻ്റെ അകത്ത് എല്ലാത്തിലും 2 റിംഗ് ഉണ്ട്. നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഈ പക്ക ഇല്യൂഷൻ തോന്നുന്നതേ ഉള്ളൂ. അല്ലാണ്ട് ശരിക്കും ഇവിടെ 3 കപ്പ് മാത്രമേ ഉള്ളൂ. ഈ ഇരിക്കുന്ന ബോളും കൂടെ ചെക്ക് ചെയ്ത് നോക്കാമോ? ചെക്ക് ചെയ്ത് നോക്കൂ. ബോളിന്റെ കളർ ഗ്രീൻ. നോർമൽ ബോളല്ലേ? കടിച്ചു നോക്കാവോ? നോക്കിയോ? ചുമ്മാ പറഞ്ഞ ആവശ്യമുള്ള സാധനമല്ലേ. നമുക്കിവിടെ ആകെ ഉള്ളത് 3 കപ്പും ഒരു പച്ച ബോളുമാണ്. വാച്ച് ഇറ്റ് വെരി ക്ലോസ്. എങ്ങനെ പോയി ഞാൻ പറഞ്ഞുതരാം. കാര്യം ഇത് പണ്ട് തൊട്ട് ഈ ഗെയിം കളിക്കുന്ന ആൾക്കാർക്ക് ഇത് പൈസ ഉണ്ടാക്കാണ്. കാര്യം ഇരിക്കുന്ന ബോൾ കാണാൻ പറ്റുന്നുണ്ടല്ലോ. നമ്മളിത് 1 തവണ മൂവ് ചെയ്യും, 2 തവണ മൂവ് ചെയ്യും, അതിനുശേഷം മൂവ് ചെയ്യും. ശരിക്കും മുച്ചിട്ടെന്നൊക്കെ പറയുന്ന ഗെയിമിനായിട്ട് വളരെ സിമിലർ ആണ്. അപ്പം ഇവിടെ ഒരു 10 രൂപ വെച്ച് അതിനകത്ത് കപ്പ് ഉണ്ടെങ്കിൽ 20 രൂപ കിട്ടും. സിമ്പിൾ ഗെയിം. അപ്പം ആൾക്കാർക്ക് ഇത് എങ്ങനെയെങ്കിലും ജയിച്ചാൽ മതിയല്ലോ. അപ്പം നമ്മൾ മെജീഷ്യൻസ് കുറച്ച് ചെറിയ പോയിക്കടിയൊക്കെ ഇടും. കാര്യം ഇത് എങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് മാറ്റണമല്ലോ. ഏത് കപ്പിനകത്താണ് ബോൾ ഇരിക്കുന്നത് ബി നമുക്കറിയാമല്ലോ. ജസ്റ്റ് സമയം എത്ര ഈ റിംഗ് ഉള്ളതല്ലേ? ഓക്കെ, റിംഗ് ഏതായാലും കുഴപ്പമില്ല. നമ്മൾ ആ ടൈമിലാണ് സ്വിച്ച് ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾക്ക് ഇത് അറിയാം ഇതിപ്പോൾ ഏത് കപ്പിനകത്താണ് ബോൾ ഇരിക്കുന്നത്. എ കപ്പുണ്ട്, ബി കപ്പുണ്ട്, സി കപ്പുണ്ട്. സിമ്പിൾ ആണല്ലോ. വലിയ കഥയില്ല. ഇതിപ്പോ ആര് തൊട്ടാലും ജയിക്കും കേട്ടോ. ഞാൻ ഈ ട്രിക്ക് ആദ്യം കാണുന്ന സമയത്ത് ഒരു വലിയൊരു അപ്പൂപ്പൻ ഉണ്ടായിരുന്നു. ലൈക്ക് നല്ല താടി, വെള്ള താടിയൊക്കെ ഉള്ള ജമ്മു സാർ എന്ന പേര്. പുള്ളിക്കാരനാണെങ്കിൽ ഭയങ്കര സീനാണ്. നമുക്ക് ഇരിക്കുന്ന ബോൾ കാണാൻ പറ്റുന്നുണ്ടല്ലോ. പുള്ളിക്കാരെ ബോൾ ഇങ്ങനെ പതുക്കെ എടുക്കും, ഇങ്ങനെ ആക്കുമ്പോൾ പോകും. അപ്പൊ നമുക്ക് ദേഷ്യം വരും. കാര്യം കുറെ നേരം പറ്റിച്ചുകൊണ്ടെന്ന് ആർക്കാണ് ദേഷ്യം വരാത്തത്? അപ്പോൾ നമുക്കൊരു കാര്യം, നമുക്ക് ഇരിക്കുന്ന അടുത്ത ബോൾ എടുക്കുക. ഇരിക്കുന്ന ബോൾ പുള്ളിക്കാരൻ ഇത്ര ചെയ്യുള്ളൂ. ഇത് എങ്ങോട്ട് പോകുന്ന എനിക്കും വലിയ ഐഡിയ ഒന്നുമില്ല. ഈ ലാസ്റ്റൊക്കെ എത്തിയപ്പോഴത്തേക്ക് എനിക്ക് പുള്ളിക്കാരെ ഇത് എവിടെ കൊണ്ടുപോലും എനിക്ക് വലിയ കഥയുള്ള കാര്യമല്ല. ഡൗട്ട് നമുക്കൊന്നും കൂടെ ചെയ്യാൻ കേട്ടത്. എനിക്കറിയാം കാരണം നമുക്കൊരു കാര്യം ചെയ്യാം. എനിക്ക് ട്രിക്ക് കാണുന്ന സമയത്ത് ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കൊന്ന് ശ്വാസം എടുക്കാനുള്ള ഗ്യാപ്പ് വേണമല്ലോ. എനിക്കറിയാം മനുഷ്യൻ. ചുരുക്കം പറഞ്ഞാൽ ഞാനിത് ആദ്യം കണ്ടപ്പം എൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിത് രജിസ്റ്റർ ചെയ്യാൻ ടൈം കിട്ടുന്നില്ല. കാര്യം ബോൾ അവിടെ പോകുന്നു, ഇപ്പുറത്ത് തിരിച്ചു വരുന്നു. അപ്പം ഞാൻ ചോദിച്ചു, സാർ ഇതൊന്ന് കുറച്ച് പതുക്കെ ചെയ്യും. അതാകുമ്പോൾ നമുക്കൊന്ന് ആലോചിക്കാൻ ടൈം കിട്ടില്ല. അപ്പം നമുക്കിവിടെ ഒരു കപ്പിനകത്ത് ബോൾ 2 കൈ കാണിക്കും. ഇപ്പം നമുക്ക് സ്ലീവ് ഉണ്ടായിരുന്നെങ്കിൽ ഈ പ്രശ്നമില്ല, നമുക്കത് അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ ഒരു കാര്യം, നമുക്കിവിടെ എ കപ്പുണ്ട്, ബി കപ്പുണ്ട്, സി കപ്പുണ്ട്. ഈ ഏതെങ്കിലും ഒരു കപ്പ് സെലക്ട് ചെയ്യാമോ? എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്. ഇതല്ലേ? ഓക്കെ, നമുക്കിനി 2 ബാക്കിയുള്ളൂ. ഏതാ വേണ്ടത്? ബി. ഓക്കെ, വേണമെങ്കിൽ മാറ്റാം, വേണമെങ്കിൽ മാറ്റണ്ട. ബി മതിയല്ലോ. ഓക്കെ, ഇറ്റ്സ് റിയലി സിമ്പിൾ. ഇക്കേത് പറഞ്ഞ സി അല്ലേ പറഞ്ഞത്? നമ്മളിങ്ങനെ പതുക്കെ ഇങ്ങനെ ടാപ്പ് ചെയ്യുമ്പോൾ ആ പച്ച ബോൾ ഇൻവിസിബിൾ ആവും. എനിക്ക് ആ ബോൾ ഇങ്ങനെ പതുക്കെ എടുക്കും. ബോൾ കാണാൻ പറ്റുന്നുണ്ടല്ലോ? ഇല്ല, ഇതാ നോക്കിയോ. ഇവിടുന്ന് ബോൾ ചാടി നേരെ ഇപ്പുറത്തോട്ട് വരും.